നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ നമ്മുടെ ഈ സവിശേഷ ജ്യോതിഷ വീഡിയോ മകരം രാശിക്കാർക്കായ വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ രാശിക്കാരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 എന്ന വർഷത്തിന്റെ ആദ്യ പകുതി അഥവാ ആദ്യത്തെ 6 മാസം കടന്നുപോയിരിക്കുന്നു. ഇനി ഈ വർഷത്തിന്റെ ബാക്കി പകുതി ഭാഗം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. വരാനിരിക്കുന്ന ഈ 6 മാസക്കാലം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകവും സവിശേഷതകൾ നിറഞ്ഞതുമായിരിക്കും. നിലവിൽ നിങ്ങളുടെ ജാതകത്തിലെ 2ാം ഭാവത്തിലാണ് രാഹു സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളുടെ ധൈര്യത്തിന്റെയും സഹോദരങ്ങളുടെയും ഭാവമായ 3ാം ഭാവത്തിൽ ശനി നിലകൊള്ളുന്നു. കുട്ടികൾ, ബുദ്ധിശക്തി എന്നിവയെ സൂചിപ്പിക്കുന്ന 5ാം ഭാവത്തിൽ ചൊവ്വയാണുള്ളത്. രോഗം, ശത്രുക്കൾ, കടം എന്നിവയുടെ 6ാം ഭാവത്തിൽ ജഗത്സാക്ഷിയായ സൂര്യൻ സ്ഥിതി ചെയ്യുന്നു. നിങ്ങളുടെ ദാമ്പത്യത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും ഭാവമായ 7ാം ഭാവത്തിൽ ശുക്രൻ, വ്യാഴം, ബുധൻ എന്നീ 3 പ്രധാന ഗ്രഹങ്ങൾ ഒരുമിച്ച് നിലകൊള്ളുന്നു. കൂടാതെ ആയുസ്സിന്റെയും നിഗൂഢതകളുടെയും ഭാവമായ 8ാം ഭാവത്തിൽ കേതു ഇരിക്കുന്നു. രാഹു ഇപ്പോൾ നിങ്ങളുടെ 2ാം ഭാവത്തിലാണുള്ളത്. 2026 ഡിസംബർ 6 വരെ രാഹു ഈ ഭാവത്തിൽ തുടരും. കഴിഞ്ഞ 8-10 മാസങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ ചില സവിശേഷ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പോലും പെട്ടെന്ന് നിങ്ങളുടെ നാവിൽ നിന്ന് വീണു പോകാറുണ്ടോ? കാര്യങ്ങൾ ഒളിച്ചു വെക്കാതെ ആരുടെയും മുഖത്തു നോക്കി തുറന്നു പറയുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ വളർന്നു വന്നിട്ടുണ്ടാകും. നിങ്ങളുടെ സംസാര ശൈലിയിൽ എവിടെയൊക്കെയോ ഒരു മൂർച്ചയും കടുപ്പവും വന്നിട്ടുണ്ട്. എപ്പോൾ ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാമെങ്കിലും ചില സമയങ്ങളിൽ നിയന്ത്രണം വിട്ട് അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുകയും അത് പിന്നീട് വലിയ മാനസിക വിഷമങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാറുണ്ട്. ഈ കടുത്ത സംസാരം കാരണം നിങ്ങളുടെ ചില നല്ല കാര്യങ്ങൾ വഷളാകാനും സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കാരണം രാഹു ഇരിക്കുന്നത് നിങ്ങളുടെ കുടുംബഭാവത്തിലാണ്, അതും ശനിയുടെ രാശിയിലാണ്. ഇതുകൂടാതെ കഴിഞ്ഞ കുറെ നാളുകളായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങളും മോഹങ്ങളും വളരെയധികം വർദ്ധിച്ചു വരുന്നതായി കാണാം. ജീവിതത്തിൽ വലിയ എന്തെങ്കിലും നേടണം, വലിയ ബിസിനസ് അല്ലെങ്കിൽ പ്രൊജക്റ്റുകൾ ചെയ്യണമെന്ന ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടാകും. ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 12ാം ഭാവത്തിൽ പതിക്കുന്നതാണ് ഇതിന് കാരണം. കഴിഞ്ഞ 1 വർഷമായി, പ്രത്യേകിച്ച് 2025 മാർച്ച് മാസം മുതൽ നിങ്ങൾക്ക് ദീർഘദൂര യാത്രകളോ വിദേശയാത്രകളോ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഓൺലൈൻ കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴിയുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം കൂടിയിട്ടുണ്ടാകും. മകരം രാശിക്കാരായ ആളുകൾ പുതിയതായി എന്തെങ്കിലും ഓൺലൈൻ ജോലികൾ ആരംഭിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉയർന്ന പഠനത്തിനോ കരിയറിലെ മാറ്റങ്ങൾക്കോ വേണ്ടി ജന്മനാട്ടിൽ നിന്നും ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ഇതിനകം തന്നെ മാറി താമസിക്കുകയോ ചെയ്തിട്ടുണ്ടാകും. സൂര്യൻ ഇപ്പോൾ നിങ്ങളുടെ 6ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 8ാം ഭാവത്തിന്റെ അധിപനായ സൂര്യൻ 6ാം ഭാവത്തിൽ വരുന്നത് വിപരീത രാജയോഗമെന്ന അനുകൂല സാഹചര്യം ഉണ്ടാക്കും. അതിനുശേഷം ഓഗസ്റ്റ് 16 സൂര്യൻ നിങ്ങളുടെ 8ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. ഓഗസ്റ്റ് 16 മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ സൂര്യൻ നിങ്ങളുടെ ജാതകത്തിലെ 8, 9, 10 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഓഗസ്റ്റ് 16 ശേഷം മകരം രാശിക്കാരായ ആളുകൾ ജീവിതത്തിൽ വലിയ ആശ്വാസം പ്രതീക്ഷിക്കാം. നിങ്ങൾ മുൻപെന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളിലോ കേസുകളിലോ പെട്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശത്രുക്കളുടെ ശല്യം കാരണം ബുദ്ധിമുട്ടുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. കോടതി കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനും, ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ അത് വീട്ടി തീർക്കാനും, എവിടെയെങ്കിലും കുടുങ്ങിക്കിടന്ന പണം പലിശ സഹിതം തിരിച്ചു കിട്ടാനുമുള്ള മികച്ച യോഗം ഓഗസ്റ്റ് 16 ശേഷം തെളിയുന്നുണ്ട്. സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ സർക്കാർ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കോ സൂര്യൻ 8ാം ഭാവത്തിൽ വരുന്നത് വളരെ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന മകരം രാശിക്കാർക്കും ഇത് സുവർണ കാലഘട്ടമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് പുതിയ പദവികളോ ജനപ്രീതിയോ ലഭിച്ചേക്കാം. സൂര്യന്റെ ഈ ഭാവസ്ഥിതി നിങ്ങൾക്ക് നിഗൂഢ ശാസ്ത്രങ്ങളിലും ആഴത്തിലുള്ള അറിവുകളിലും താല്പര്യമുണ്ടാക്കും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുകയും പ്രതിസന്ധികളിൽ നിന്ന് നിഷ്പ്രയാസം പുറത്തു കടക്കാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ 5ാം ഭാവത്തിൽ ചൊവ്വയും 7ാം ഭാവത്തിൽ വ്യാഴം, ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളുമുണ്ട്.
ഇതിൽ വ്യാഴം ഒക്ടോബർ മാസം വരെ 7-ാം ഭാവത്തിൽ തുടർന്ന് നിങ്ങളുടെ 1-ാം ഭാവത്തെ പൂർണ്ണമായും ദൃഷ്ടി ചെയ്യുന്നു. വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ 1-ാം ഭാവത്തിൽ പതിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ കാര്യങ്ങളെ കൂടുതൽ പക്വതയോടെ സമീപിക്കാൻ തുടങ്ങും. മറ്റുള്ളവരോട് കൂടുതൽ കരുണയും ദയയും ഉള്ളവരായി നിങ്ങൾ മാറും. സ്വാർത്ഥതയില്ലാതെ സമൂഹത്തിന് നന്മ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടും. കാരണം വ്യാഴം 1-ാം ഭാവത്തെ നോക്കുമ്പോൾ വ്യക്തികളിൽ ആത്മീയതയും സാമൂഹിക പ്രതിബദ്ധതയും വർദ്ധിക്കും. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്നും കുടുംബത്തിൽ നിന്നും നിങ്ങളെ തേടി പുതിയ അവസരങ്ങളും സന്തോഷ വാർത്തകളും എത്തും. ശനിദേവൻ നിങ്ങളുടെ 9, 12 ഭാവങ്ങളെയാണ് ദൃഷ്ടി ചെയ്യുന്നത്. മകരം രാശിക്കാരിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ നടത്തുന്നവർക്കോ ഈ സമയം കരിയറിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും. കയറ്റുമതി ഇറക്കുമതി ബിസിനസ് ചെയ്യുന്നവർക്കും വിദേശ കമ്പനികളിൽ കൺസൾട്ടൻസി നടത്തുന്നവർക്കും വിദേശത്ത് നിന്ന് വരുമാനം ലഭിക്കുന്നവർക്കും ധനലാഭവും ഉദ്യോഗ കയറ്റവും പ്രതീക്ഷിക്കാം. നിങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് തീർത്ഥാടനങ്ങളോ ആത്മീയ യാത്രകളോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ട്രാൻസ്പോർട്ടേഷൻ, ട്രാവൽ ബിസിനസ് നടത്തുന്ന ആളുകൾക്കും ഈ കാലയളവ് വലിയ ലാഭം നൽകും. ഉപരിപഠനത്തിനായി വിദേശത്തോ മറ്റു നല്ല സർവകലാശാലകളിലോ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. ശനി 9-ാം ഭാവത്തെയും വ്യാഴം 11-ാം ഭാവത്തെയും ദൃഷ്ടി ചെയ്യുന്നതിനാൽ പഠനകാര്യങ്ങളിൽ കഠിനാധ്വാനത്തിന് തക്കതായ ഫലം ലഭിക്കും. മകരം രാശിക്കാരുടെ വിവാഹ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വിവാഹഭാവമായ 7-ാം ഭാവത്തിലാണിപ്പോൾ വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ രാശിയിലെ അവിവാഹിതരായ ആളുകൾക്ക് വിവാഹത്തിനുള്ള മികച്ച യോഗങ്ങൾ വന്നു ചേരും. ഈ 2026 വർഷം അവസാനിക്കുന്നതിന് മുൻപായി നിങ്ങളുടെ വിവാഹം ഉറപ്പാവുകയോ അല്ലെങ്കിൽ വളരെ നല്ലൊരു ആലോചന ഒത്തുവന്ന് കാര്യങ്ങൾ അനുകൂലമായി കലാശിക്കുകയോ ചെയ്യും. ജ്യോതിഷത്തിൽ വ്യാഴം ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ അത് വ്യക്തികൾക്ക് ചോദിക്കുന്നത് എന്തും നൽകാൻ തക്ക ശക്തനായി മാറുമെന്നാണ് പറയപ്പെടുന്നത്. വ്യാഴം നിങ്ങളുടെ 7-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങും. ഉദ്യോഗത്തിൽ പ്രമോഷനും ശമ്പള വർധനവും ആഗ്രഹിക്കുന്നവർക്ക് വ്യാഴം 11-ാം ഭാവത്തിലൂടെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നൽകും. 1-ാം ഭാവത്തിലെ വ്യാഴ സ്വാധീനം നിങ്ങളുടെ ചിന്തകൾക്ക് വ്യക്തതയും തീരുമാനങ്ങൾക്ക് പക്വതയും നൽകും. 3-ാം ഭാവം ശക്തമാകുന്നതിനാൽ ഓൺലൈൻ ജോലികൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, മറ്റ് സാങ്കേതിക മേഖലകളിലുള്ളവർക്ക് വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. എങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കഠിനാധ്വാനവും ശ്രമങ്ങളും തുടരേണ്ടതുണ്ട്. കൃത്യമായ ലക്ഷ്യബോധത്തോടെയും അച്ചടക്കത്തോടെയും മുന്നോട്ടു പോയാൽ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഈ കാലയളവിൽ നിങ്ങൾക്ക് കൈവരിക്കാനാകും. ശനിദോഷങ്ങൾ അകലാൻ എല്ലാ ദിവസവും ശനീശ്വര സ്തോത്രം ഭക്തിയോടെ 108 തവണ ജപിക്കുക. ദിവസവും വിഷ്ണു സഹസ്രനാമം ഭവനങ്ങളിൽ കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നത് മാനസിക സമാധാനത്തിനും ഐശ്വര്യവും നൽകും. നിങ്ങളുടെ ബുദ്ധിശക്തിയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ ദിവസവും രാവിലെ ഗായത്രി മന്ത്രം ജപിക്കുന്നത് ശീലമാക്കുക. നിങ്ങൾക്ക് ഈ ജ്യോതിഷ പ്രവചനങ്ങൾ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.